السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ഏറ്റവും ബഹുമാനം നിറഞ്ഞ കാരണന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ജുവൈൽ ജാലിയാത്തിന്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു വിജ്ഞാന വേദിയിൽ അഹ്ലുൽ റമദാൻ എന്നൊരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് പരിമിതമായ സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ എനിക്ക് ഉണർത്തിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിക്കാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ സമാഗതമാകുന്ന സാഹചര്യങ്ങളിൽ മാനസികമായും ശാരീരികമായും ഒരുപാട് മാറ്റങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തയ്യാറെടുക്കാറുണ്ട്. മാനസികമായി അതിനെ തയ്യാറെടുക്കാൻ ശഅബാനിന്റെ 19 ദിനങ്ങളും നമ്മളോട് വിട പറഞ്ഞു. 20ലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വളരെ പരിമിതമായ ദിവസങ്ങളോടുകൂടെ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് റമദാനിലുള്ള പ്രത്യേകത,
ആ പ്രത്യേകതകളിൽ അനുഷ്ഠിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച ഇബാദത്തുകൾ എന്താണ്, അതിന്റെ രീതികൾ എങ്ങനെയാണ് അതിൽ പുണ്യകർമ്മങ്ങളെ സ്വരൂപിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരിമിതമായ സമയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇതിന്റെ മഹത്വങ്ങളെ വിശദീകരിക്കുന്ന ഒരുപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. സ്വഹീഹ് മുസ്ലിമിലെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2547, 48, 49 ഹദീസുകളിൽ റമദാനിന്റെ പ്രത്യേകത ഒരേ ആശയം വ്യത്യസ്തമായ പദങ്ങളെ കൊണ്ട് പ്രവാചകൻ ഉണർത്തിക്കുകയാണ്. ആ റമദാൻ വിശ്വാസികളിലേക്ക് സമാഗതമായാൽ അതിന്റെ മഹനീയത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ജാഅ റമദാൻ, റമദാൻ നിങ്ങളിലേക്ക് സമാഗതമായി കഴിഞ്ഞാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ അത് തുറക്കപ്പെടുകയാണ്. വഉല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അത് അടക്കപ്പെടുന്ന മാസമാണ്. വസുഫിദതി ശയാത്തീൻ, ശൈത്താന്മാരെ ബന്ധിക്കപ്പെടുന്ന മാസമാണ്. ഇതേ വിഷയം തന്നെയാണ് തൊട്ടടുത്ത ഹദീസ് 2548 ഹദീസിൽ അള്ളാന്റെ ഹബീബ് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഇദാ ജാഅ റമദാൻ, റമദാൻ നിങ്ങളിലേക്ക് സമാഗതമായി കഴിഞ്ഞാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന വഉല്ലിഖത് അബ്വാബുൻ നാർ വസുൽസിലതി ശയാത്തീൻ. റമദാൻ സമാഗതമായാൽ സ്വർഗത്തിന്റെ കവാടം അത് തുറക്കപ്പെടുകയാണ്, നരകത്തിന്റെ കവാടം അത് കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ്, ശൈത്വാന്മാരെ ചങ്ങലക്കിടപ്പെടുന്ന മാസമാണ് എന്ന് തൊട്ടടുത്ത ഹദീസിൽ ഒന്നുകൂടെ പ്രവാചകൻ ആവർത്തിക്കുകയാണ്. അവിടുന്ന് പ്രവാചകൻ പറയുന്ന, ഇദാ ദഖല റമദാൻ, ഒരേ ആശയങ്ങളെ വ്യത്യസ്തമായ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തരുമ്പോ റമദാനിന്റെ മഹനീയത മഹത്വങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണ്? ആ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാ, ശഹ്റു റമദാൻ, ശഹ്റു റമദാൻ, റമദാൻ മാസം എന്ന് പറയുന്നത് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസമാണ് വിശുദ്ധ ഖുർആൻ അവതീർണമാക്കിയത്. ഖുർആനിനെ അല്ലാഹു അവതരിപ്പിച്ച ദിവസമാണ് റമദാൻ, അവതരിപ്പിച്ച മാസമാണ് റമദാൻ. ഹുദൽ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഹുദൽ ലിന്നാസ് മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനമായിക്കൊണ്ട് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഹിദായത്ത് എന്താണെന്ന് വ്യക്തമാക്കി തരുന്ന സത്യ അസത്യ വിവേചനത്തിന്റെ ഗ്രന്ഥമായി റബ്ബ് ഖുർആനിനെ അവതരിപ്പിച്ച മാസം. ആ മാസത്തിന് അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ആ ദിവസം പോലും അതിനേക്കാളും മഹത്വമായി ഖുർആൻ പറയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, നിർണിതമായ ഒരു രാത്രിയിലാണ് ഖുർആൻ അവതരിപ്പിച്ചത്. സൂറത്ത് ദുഹാനിന്റെ തുടക്കത്തിൽ അല്ലാഹു ഒന്നുകൂടെ പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്തുള്ളൊരു രാത്രിയിലാണ്. അപ്പൊ നോക്കി, ഈ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അവതീർണമായി ആ റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസം, ഖുർആൻ ഇറങ്ങിയ ദിവസം അതിനെ പറഞ്ഞു ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാത്രിയാണ്. പക്ഷേ അല്പം ചില മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റമദാനിലല്ല, അത് ശഅബാനിന്റെ പകുതിയിലാണ്. അതിനാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്. ഞാൻ ഓതിയ ഖുർആൻ ഇറങ്ങിയ അനുഗ്രഹീതമായ രാത്രി എന്ന് ഖുർആൻ പറഞ്ഞ 44-ാം അധ്യായത്തിലെ 2-3 ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ചിട്ട് അനുഗ്രഹീതമായ രാത്രി അത് ശഅബാനിന്റെ പകുതിയാണ് എന്ന് ഇക്രിമയുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. അതുകൊണ്ട് അത് ബറാഅത്താണെന്ന് പറയുന്നവരും ഇസ്ലാമിൽ ദുർബലമായ ഹദീസുകളെ കൊണ്ട് അമൽ ചെയ്യാൻ ശ്രമിക്കുന്നവരെയും നമുക്ക് കാണാം. ഇവിടെ ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ആയത്തിന്റെ തഫ്സീറുകൾ നമുക്കൊന്ന് പഠിക്കാൻ, തഫ്സീറുൽ ഖുർആനുൽ അളീം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ മഹത്തായ ഒരു തഫ്സീർ ഉണ്ട്. അദ്ദേഹം പറയാൻ, വമൻ ഖാല ഇന്നഹാ ലൈലത്തു നിസ്മിൻ ശഅബാൻ, അത് ശഅബാനിന്റെ പകുതിയിലാണെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ, കമാ റുവിയ അൻ
ഇക്രിമയിൽ നിന്ന് റിപ്പോർട്ട് വന്നതുപോലെ അത് ശഅബാനിന്റെ പകുതിയിലാണെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ ഫഖദ അബഅദൻ നജാ, അവൻ സത്യത്തിൽ നിന്ന് ഒരുപാട് വിദൂരത്താണ്. ഫഇന്ന നസ്സുൽ ഖുർആനി ഫഇന്നഹാ ഫീ റമളാൻ, ഖുർആനിന്റെ ഗണ്യമായ അഭിപ്രായം അത് കടന്നു വരുന്നത് അത് റമളാനിലെന്ന് തന്നെയാണ്. ഖുർആൻ ഇറങ്ങിയ മനോഹരമായ മാസം, അതുകൊണ്ടാണ് ആ മാസത്തിലെ സ്വർഗ്ഗ കവാടം തുറക്കപ്പെട്ടത്, നരകത്തിന്റെ കവാടം അടക്കപ്പെടുന്നത്. മഅ്ഫിറത്തിന്റെ മാസമാണ്. റമദാൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പോലും കരിച്ചു കളയുന്നതാണ്, പാപങ്ങളെ കരിച്ചു കളയുന്ന മഹത്തായ മാസമാണ്. ഈ പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ, ഈ ഖുർആൻ അവതീർണമായത് കൊണ്ട് തന്നെ അള്ളാന്റെ ഹബീബ് പ്രത്യേകമായൊരു ഇബാദത്ത് അള്ളാന്റെ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് നോക്കെ, ആ ഖുർആൻ അവതരിപ്പിച്ച പ്രവാചകൻ ആദ്യമായി കൊടുത്ത ആ റസൂലുള്ള ജനിച്ച ദിവസം തിങ്കളാഴ്ച. സ്വഹീഹ് മുസ്ലിം പറഞ്ഞു, അള്ളാന്റെ ഹബീബ് ജനിച്ച ദിവസം, ഖുർആൻ ഇറങ്ങിയ ദിവസം, പ്രവാചകനായി നിയോഗിച്ച ദിവസം തിങ്കളാഴ്ച നോമ്പെടുക്കാൻ അത് സുന്നത്ത് നോമ്പായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും വലിയ സന്തോഷവേളകൾ നോമ്പിന്റെ വേളകളാണ്. ഫിറൗനെ മുക്കിക്കുന്ന ദിവസം മുഹറം 10 നോമ്പെടുക്കാൻ പറയാൻ നോക്കി. ഇതേപോലെ പ്രവാചകനോട് ചോദിച്ചു, തിങ്കളാഴ്ച നോമ്പ് പറഞ്ഞു, ഞാൻ ഒലിച്ചു ഫീഹി, അതിൽ ജനിച്ച ദിവസം. എന്നെ പ്രവാചകനായി നിയോഗിച്ചത് ഖുർആൻ, അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായത് അല്ലേ? ഹിറാ ലേഖനായിരിക്കുന്ന ഘട്ടങ്ങളിലൂടെ നുബുവത്തിന്റെ ഇളം തെന്നലമായി മലക്കു ജിബ്രീൽ അള്ളാന്റെ ഹബീബിന്റെ മുമ്പ് ആദ്യമായി പെയ്തിറങ്ങിപ്പോയ നിമിഷമുണ്ടല്ലോ. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന മനോഹരമായ ഖുർആനിന്റെ വചനം അവതീർണത തുടക്കം കുറിച്ച തിങ്കളാഴ്ച നോമ്പെടുക്കാതെ സുന്നത്തായ നോമ്പ് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച. എന്നാൽ ആ ഖുർആൻ ഇറങ്ങിയ മാസം മുഴുവനും നോമ്പെടുക്കാൻ അള്ളാന്റെ ഖുർആൻ പറയാണ്, ഫമാ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും, ആരാ ഒരു മാസം ഹാജരുണ്ടോ ആ മാസം മുഴുവനായും അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ. നോക്കി, ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ, നിങ്ങളിൽ ആരെങ്കിലും ആ ഒരു മാസത്തിനെ സാക്ഷിയായാൽ അവൻ എപ്പോഴാ നോമ്പെടുക്കേണ്ടത്? അതിന്റെ പകലിലാണോ? ആണോ? അല്ല. ഫല്യസുംഹു, ആ മാസത്തെ മുഴുവനായും അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ. അപ്പൊ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്തിന്? അല്ലാഹ് പറയാൻ, ആ മാസം മുഴുവനായി അവൻ നോമ്പെടുത്തു കൊള്ളാൻ അല്ലേ? എന്നിട്ട് പറയാണ്, എന്തിനാ പടച്ച തമ്പുരാൻ നോമ്പെടുക്കാൻ പറഞ്ഞത്? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും പടച്ച തമ്പുരാൻ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. വലിതുക്മിലുൽ ഇദ്ദാ, നിങ്ങളുടെ എണ്ണങ്ങളെ പൂർത്തീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹ് തന്നൊരു ഈ ഒരു ഹിദായത്തില്ലേ, അതിലെ പടച്ച തമ്പുരാനെ പ്രകീർത്തിക്കാനാണ്. വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ള അടിമകളായി മാറാൻ, അല്ലാഹ്ക്ക് നന്ദിയുള്ളവരായി മാറാൻ ഈ ഒരു മാസം മുഴുവനായി നോമ്പെടുത്തു കൊള്ളട്ടെ. വെറുതെ പട്ടിണി കിടക്കാൻ പറഞ്ഞതല്ല അതിന്റെ ലക്ഷ്യം. ഇത് 2-ാം അധ്യായത്തിലെ 185-ാമത്തെ വചനമാണെങ്കിൽ 183-ാമത്തെ വചനത്തിൽ ലക്ഷ്യസഹിതം അല്ലാഹ് പഠിപ്പിക്കുകയാണ്. ഓക്കെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളായ ആളുകളെ, കുതിബ അലൈക്കുമുസ് സിയാം, അല്ലാഹു നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കി തന്നിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ പൂർവികരായ ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ടതുപോലെ അല്ലാഹു നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കി തന്നിരിക്കുകയാണ്. ലഅല്ലകും തത്തഖൂൻ, എന്തിനാ നോമ്പ്? എന്തിനാ നോമ്പ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെ മുത്തഖികളാക്കാൻ വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ മുത്തഖികളാക്കണമെന്നല്ല. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖികൾക്ക് ഇമാമാക്കണേ. നമ്മളൊരു തഖ്വയുള്ളവരായി സ്ഫുടം ചെയ്തെടുക്കാൻ അല്ലാഹു റമളാനെ തന്നിരിക്കുകയാണ്. എങ്ങനെയാ മുത്തഖികളാവാ?
എന്തേ റമദാനിന്റെ പകല് നമ്മൾ ഭക്ഷണം കഴിക്കാതെ? നമ്മുടെ ഫ്ലാറ്റിൽ, നമ്മുടെ റൂമിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ ജോലി ചെയ്ത ഹലാലായ സമ്പാദ്യം നമ്മളുടെ കയ്യിലിരിക്കുക. അത് കഴിച്ചാൽ ആർക്കും നമ്മളെ തടുക്കാൻ അധികാരമില്ല. എന്നിട്ട് നമ്മൾ കഴിക്കുന്നില്ല. ആർക്ക് വേണ്ടി? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി, ഇല്ലേ? അല്ലാഹ്ക്ക് വേണ്ടി ആ പകലിൽ ഭക്ഷണം ഒഴിവാക്കിയ മനുഷ്യൻ എങ്ങനെയാ റമദാൻ കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ മുതലിനോട് ആഗ്രഹം തോന്നുക? ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. റമദാനിന്റെ പകലിൽ നോമ്പുകാരനായിരിക്കെ കളവില്ല, ഏഷണില്ല, പരദൂഷണില്ല, മോശമായ സംസാരമില്ല. അവന്റെ നാവിനെ നിയന്ത്രിക്കുകയാണ്. ഇങ്ങോട്ട് ചീത്ത വിളിച്ചവനോട് പോലും ഞാനൊരു നോമ്പുകാരനാണെന്ന് പ്രതികരിച്ച് ശീലിച്ച മനുഷ്യൻ എങ്ങനെയാ റമദാൻ കഴിഞ്ഞാൽ മറ്റൊരാളെ കവലകളിൽ പ്രശ്നമുണ്ടാക്കുന്നവനായി മാറുക? ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. റമദാനിന്റെ പകലിൽ അല്ലാഹ് അനുവദിച്ചു തന്ന ഇണയോട് താല്പര്യം തന്നാൽ പോലും അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി മാറി നിൽക്കുന്ന മനുഷ്യൻ എങ്ങനെയാ റമദാൻ കഴിഞ്ഞാൽ സിന പോലുള്ള, വ്യഭിചാരം പോലെയുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ അവനെ കാണപ്പെടുക? ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നോമ്പ് ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതെങ്ങനെ? അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഹദീസുകൾ നോക്കി സ്വഹീഹ് ബുഖാരിയിലെ 1903, 1904 ഹദീസുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, وَإِذَا كَانَ يَوْمُ صَوْمِ أَحَدِكُمْ فَلَا يَرْفُثْ وَلَا يَصْخَبْ وَإِنْ سَابَّهُ قَاتَلَهُ أَحَدٌ فَلْيَقُلْ إِنِّي صَائِمٌ مَرَّتَيْنِ إِذَا كَانَ يَوْمُ صَوْمِ أَحَدِكُمْ, നിങ്ങളിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പുകാരനാണെങ്കിൽ അവൻ മോശമായ പദങ്ങൾ പറയാൻ പാടില്ല, അശ്ലീലമായ പ്രവർത്തനങ്ങളോ വാക്കുകളോ അവന്റെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വഇൻ സാബഹു ഖാതലഹു അഹദുൻ, ഇനി ആരെങ്കിലും ഇവൻ ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ, അതല്ല ആരെങ്കിലും ഇങ്ങോട്ട് സംഘട്ടത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, മറ്റൊരു ഹദീസിൽ കാണാം ഷാത്തമഹു ഔ ഷാത്തമഹു, അതല്ല അവൻ ഇങ്ങോട്ട് മോശമായ ചീത്ത വിളിക്കുകയാണെങ്കിൽ അവനോട് പ്രതികരിക്കേണ്ട രീതി പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നീ സായിമുൻ മർറതൈൻ, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് മിനിമം 2 പ്രാവശ്യമെങ്കിലും അവൻ പ്രതികരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും ചീത്ത വിളിക്കാൻ പാടില്ല, മോശമായ സംസാരങ്ങൾ പറയാൻ പാടില്ല. ഒന്നുകൂടെ പറഞ്ഞില്ലേ ലോകത്തിന്റെ നായകന്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ യദഅ തആമുഹു വശറാബുഹു. മല്ലം യദഅ, ഒരുത്തൻ ഒഴിവാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഖൗല സൂരി വൽ അമല ബിഹി, കള്ളമായ വാക്ക് പറയുന്നതിന് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ ഒരുത്തൻ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹ് യാതൊരു ആവശ്യവും തന്നെയില്ല. അവന്റെ ഭക്ഷണപാനീയം അവൻ ഒഴിവാക്കുന്നത് കൊണ്ട് അല്ലാഹ് യാതൊരു ആവശ്യവും തന്നെയില്ല. അവൻ നോമ്പുകാരനായി മറ്റുള്ളവരെ ചീത്ത വിളിക്കുകയാണ്, അസഭ്യം പറയുന്നവനാണ്, കള്ളം പറയുന്നവനാണ്. അതല്ലെങ്കിൽ കള്ളമായ പ്രവർത്തനം അവന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അവന്റെ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട, അവന്റെ നോമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നാവിനെ നിയന്ത്രിക്കാൻ മോശമായതൊന്നും നിങ്ങൾ പറയാൻ പാടില്ല, ഒരാളെയും പച്ചമാംസങ്ങൾ ചീന്താൻ പാടില്ല, ആരോടും നിങ്ങൾ കളവായ പ്രയോഗം പോലും നിങ്ങൾ നടത്തി പോകല്ലേ. എത്രത്തോളം പറഞ്ഞു എന്നറിയോ, വകം മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ അമൽ. വകം മിൻ സ്വാഇമിൻ, എത്രയോ നോമ്പുകാരനാണെന്നറിയോ, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ അമൽ, അവരുടെ നോമ്പ് കൊണ്ട് ദാഹമുണ്ടായി എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭ്യമല്ല. വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലസ്സലൂ, എത്രയോ നിന്ന് നമസ്കരിക്കുന്ന ആളുകളാ, അവരുടെ നമസ്കാരം കൊണ്ട് അവരുടെ ഉറക്കം പോയി എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭ്യമല്ല. എന്റെ നാവിനെ സൂക്ഷിച്ചില്ല, ദാഹമുണ്ടായി എന്നല്ല ആ പ്രയോഗം നോക്കിയ നിങ്ങള്, അവരുടെ നോമ്പ് കൊണ്ട് ദാഹമുണ്ടായി എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭ്യമല്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ അർത്ഥം?
എന്താ അതിന്റെ അർത്ഥം പ്രിയമുള്ളവരെ? നമ്മുടെ ചെറിയ മക്കളെ കണ്ടിട്ടില്ലേ? ഒരുപക്ഷെ നമ്മുടെയൊക്കെ ബാല്യകാലം നോമ്പുകാരാവുമ്പോ ഇടക്കിടക്ക് കൈ കഴുകും, ഇടക്കിടക്ക് വായ കുപ്പിളിക്കും, ഇടക്കിടക്ക് വുളു എടുക്കും. എന്തിന്? അതിന്റെ ഇടയിൽ ആരും കാണാതെ കുറച്ചു വെള്ളം അല്ലേ? ചെറുപ്പത്തില് പക്വതയില്ലാത്ത കാലഘട്ടത്തിൽ നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു ഒരുപക്ഷെ നമ്മുടെ ബാല്യ കാലഘട്ടം. എന്തേ? നോമ്പുകാരന് വിശപ്പല്ല, ദാഹ കൂടുതൽ അല്ലേ? ആ ദാഹവൻ സഹിച്ചു എന്നല്ലാതെ അള്ളാന്റെ അടുക്കൽ പ്രതിഫലമില്ല. അവൻ നിന്ന് നമസ്കരിച്ച് ഉറക്കം പോയി എന്നല്ലാതെ അള്ളാന്റെ അടുക്കലില്ല. നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ദൈവമുള്ളവരെ അപകടകരമായ സാഹചര്യങ്ങളെ ഒഴിവാക്കാനുള്ള പരിശീലനം തന്നു ഈ വിശുദ്ധ റമദാൻ. നമ്മൾ ഗൗരവത്തിൽ എടുക്കാറില്ല പലപ്പോഴും നാവിനെ. നോക്കിയ നിങ്ങള് നബിയുടെ അകത്തലങ്ങളിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ കൂടെയുള്ള ഖാദിമനെ വിളിച്ച് കയ്യിൽ റൊട്ടിയുണ്ട്, കഴിക്കാൻ കറിയില്ല. അപ്പോൾ ഒരു തീരുമാനിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഖാദിമനെ പറഞ്ഞയച്ചാൽ എന്തെങ്കിലും ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തേക്കാതിരിക്കില്ല. അതിനുവേണ്ടി ഇയാൾ എങ്ങനെ തട്ടിയുണർത്തിയപ്പോ ഇയാൾ എണീക്കുന്നില്ല, നല്ല ഉറക്കത്തില്. ആ മനുഷ്യൻ കേൾക്കാതെ ഇവർ രണ്ടുപേരും പരസ്പരം പറയാ, വീട്ടിൽ കിടന്നുറങ്ങണ പോലെയാ പള്ളി കിടന്നുറങ്ങുന്നത് എന്നാ മനുഷ്യനെ പരിഹാസ രൂപത്തിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയാൻ. അവസാനം ഇയാളെ തട്ടിയുണർത്തി റസൂലുള്ളാഹിന്റെ വീട്ടിൽ പറഞ്ഞേക്കുമ്പോ അള്ളാന്റെ ഹബീബ് പറയാ, അവരോട് പോയി പറ, ഭക്ഷണം കഴിച്ചു, കറിയും കൂട്ടി മാംസവും കഴിച്ചു എന്ന് പറ അവരോട്. ആ ഖാദിമ എന്ന് പറയാൻ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ചെല്ലുക. അള്ളാന്റെ ഹബീബ് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നിങ്ങളുടെ തേറ്റയില്ല മനുഷ്യന്റെ പച്ചമാംസമുണ്ടെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നാവ് കൊണ്ട് അമല് തകർന്നു പോകുന്ന അവസ്ഥയുണ്ടല്ലോ. ഗൗരവാണ്. ഒന്നാലോചിച്ച് നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ ATM അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ മൊബൈലുമായി കണക്റ്റഡ്. ATM എന്ന് ആരെങ്കിലും 1000 വിഡ്രോ ചെയ്താൽ ഉടനെ നമ്മുടെ മൊബൈലിലെ മെസ്സേജ് വരും, 1000 വിഡ്രോ ചെയ്തു. 5000 വിഡ്രോ ചെയ്ത ഉടനെ മെസ്സേജ് വരും. പാതിരാത്രി കിടന്നുറങ്ങുമ്പോ ഒരു 25,000 പോയി എന്നൊരു മെസ്സേജ് വന്നാൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ നമുക്ക്? നേരം വെളുത്ത് ബാങ്ക് തുറക്കുന്നതിന് മുമ്പ് ബാങ്കിന്റെ കവാടത്തിൽ ചെന്ന് അതിനുള്ള കാരണം അന്വേഷിക്കുന്ന നമ്മൾ ഓർക്കണേ, നമ്മുടെ അമലുകൾ നമ്മുടെ മൊബൈൽ ഫോണുമായി കണക്റ്റഡ് അല്ലാത്തത് കൊണ്ടാണ്. മറ്റൊരാളുടെ പച്ചമാംസം തിന്നുമ്പോ, മറ്റൊരാളെ കുറിച്ച് മോശമായി പറയുമ്പോ നമ്മുടെ അമലിങ്ങനെ കൊണ്ടുപോവാ. അവസാനം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ആരാണ് മുഫ്ലിസ് എന്നറിയോ? സഹാബത്തിനോട് ചോദിക്കുന്നു, സഹാബ മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവൻ, ആരാണ് ദാരിദ്ര്യമായവൻ, ആരാണ്? സഹാബത്ത് പറയുന്നു, നബിയേ ദിർഹമും ദീനാറും ഇല്ലാത്തവനാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് അവനല്ല. നാളെ ഒരുപാട് അമലുമായി റബ്ബിന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ ഇവൻ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ അമല് മുഴുവനും അവർക്ക് കൊടുത്തു ഒന്നുമില്ലാതായി മാറുന്നവൻ, ഇനി കൊടുക്കാനൊന്നുമില്ലാതെയാകുന്ന അവസ്ഥകളിലൂടെ അവരുടെ തിന്മ ഇവനിലേക്ക് കൊടുക്കപ്പെടുന്നവനില്ലേ, അവനാണ് എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് ലോകത്തിന്റെ നായകന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോ ഗൗരവമാണ്. അതുണ്ടാവാതിരിക്കാനുള്ള ഒരു പരിശീലനം. നമ്മൾ ആലോചിച്ചൊക്കെ മോശമായിട്ട് നമ്മൾ പറയാം, അവനുള്ള കാര്യമില്ല ഞാൻ പറയുന്നുള്ളൂ. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചില്ല, ഉള്ള കാര്യം പറയാൻ പറ്റുമോ? അള്ളാന്റെ ഹബീബ് കൊടുത്ത മറുപടി എന്താ? ഇല്ലാത്തതാണെങ്കിൽ അത് കളവായില്ലേന്ന. അപ്പൊ ഉള്ളത് പറയൽ എന്താ? പരദൂഷണം. ഇല്ലാത്തത് പറയല് കളവാണ്. നമ്മൾ ആലോചിക്ക്, നോമ്പ് തകരാൻ അത് മതിയില്ലേ? ഇല്ലേ? നോക്കി, രാവിലെ അത്താഴം കഴിച്ചു, ഖുർആൻ ഓതി, ഒരാളെയും മോശമായി സംസാരിച്ചില്ല, നല്ല രീതിയിലൂടെ അമലുകൾ ചെയ്തു, എല്ലാ ജമാഅത്തുകളും കൃത്യമായി നിർവഹിച്ചു. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന രംഗം, പള്ളിമിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ നാദം മുഴങ്ങുമ്പോ നമ്മൾ പറയാൻ, എന്ത് നല്ല സ്വരൽ ഉസ്താദൻ ഇല്ലേ, നല്ല സ്വീറ്റ് വോയിസൻ, നല്ല ശബ്ദൻ. അതിനുവേണ്ടി ഇന്നലെ കൊടുത്തത് കേൾക്കാൻ തന്നെ ഒരു അരോചകയിൽ കഴിഞ്ഞു.
ഇല്ലേ? അതുവരെ കാത്തു സൂക്ഷിച്ച നോമ്പ് പോയി. അതുകൊണ്ട് പ്രിയമുള്ളവർ, അത്രമേൽ സൂക്ഷിക്കാൻ നരകത്തിലെ പോകുന്ന കാര്യങ്ങളെ തടഞ്ഞു വെക്കാൻ പരിചയായി റബ്ബ് തന്ന ഈ നോമ്പില്ലേ, അള്ളാന്റെ ഹബീബ് വിശദീകരിക്കുകയാണ്, അസ്സൗമു ജുന്ന, നോമ്പ് നിങ്ങൾക്കതൊരു പരിചയാണ്. നോമ്പ് പരിചയാണ്. മാലം യഫറഖഹാ, അതിനെ നിങ്ങൾ പൊട്ടിച്ചു തരിപ്പണമാക്കാതിരിക്കുന്നിടത്തോളം കാലം ആ നോമ്പ് നിങ്ങൾക്കൊരു പരിചയാണെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നായകൻ പറയാണ്. അപ്പൊ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ ബിമ യഹറഖഹാ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് നബിയേ നോമ്പെന്ന് പറയുന്ന പരിച അത് തകർന്നു പോകാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ബികദിബിൻ ഉഇബാ, ഒന്നുകിൽ കള്ളം പറയലാണ്, അതല്ലെങ്കിൽ നിങ്ങൾ പരദൂഷണം പറഞ്ഞു പോകലാ. കളവ് നിങ്ങളുടെ വായിൽ നിന്ന് കടന്നു വന്നാൽ, പരദൂഷണം നിങ്ങളുടെ വായിൽ നിന്ന് കടന്നു വന്നാൽ നോമ്പെന്ന് പറയുന്ന പരിച അത് തകർന്നു പോകുമെന്ന് ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണേ, നോമ്പ് കൃത്യമാവാ. ഒരാളെ കുറിച്ചും മോശമായി പറയാതെ, ആരെയും നാവ് കൊണ്ട് ഉപദ്രവിക്കാതെ, യഥാർത്ഥമായ ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ പോലെ, ആരാണ് മുസ്ലിം എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ ലോകത്തിന്റെ നായകന് പറഞ്ഞില്ലേ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഏതൊരുത്തന്റെ നാവിൽ നിന്ന് കയ്യിൽ നിന്ന് മറ്റുള്ള മുസ്ലിമീങ്ങളെ രക്ഷപ്പെട്ടുവോ അവനാണ് യഥാർത്ഥമായ മുസ്ലിം എന്നാണ്. അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തണ്ട. ഒരു അമല് അല്ലാഹു സ്വീകരിക്കാത്ത അവസ്ഥ ഉണ്ടാവുക ഈ നാവ് കാരണം, അത് തടഞ്ഞു വെക്കാനാണ്. അറിയോ നിങ്ങൾക്ക് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ അല്ലേ, ഒരുപാട് സമ്പത്ത് റബ്ബിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്ത സ്വഹാബിയാണ്. ആ അബൂദർ റളിയല്ലാഹു അൻഹു ബിലാലുമായിട്ട് ചെറിയൊരു പ്രശ്നം. ബിലാലാരാൻ നമുക്കറിയാം, ചരിത്രങ്ങളിൽ അദ്ദേഹത്തെ വർണ്ണിക്കുന്നുണ്ട്, നല്ല കറുത്തിരുണ്ട ബിലാലാണ്. ബിലാലും അബൂദറും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോ ദേഷ്യം വന്ന അബൂദർ ബിലാലിനെ വിളിച്ചു, കറുമ്പിയുടെ മോനെ. ബിലാൽ ഇങ്ങനെ തള്ളിയപ്പോ ദേഷ്യം വന്നിട്ട് വിളിച്ചു പോയതാണ്, അറിയാതെ വ്യക്തിപരമായി ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോ കറുമ്പിയുടെ മോനെ വിളിച്ചപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ബിലാൽ ചെന്നുകൊണ്ട് പറഞ്ഞില്ല, നബിയേ അബൂദറിന് കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ചു പോയി എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂദറിനോട് പറഞ്ഞില്ലേ, ബിലാൽ പൊരുത്തപ്പെട്ടു തരുന്നത് വരെ നിന്റെ അമലുകൾ അല്ലാഹുക്ക് വേണ്ട, അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറയുമ്പോ അവിടുന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബിലാൽ ഈ മരുഭൂമി നീ കണ്ടില്ലേ ബിലാൽ, ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമി നീ കണ്ടില്ലേ ബിലാൽ, ഇവിടെ നിനക്ക് വേണ്ടി ഞാൻ കിടന്നു തരാ, നിന്റെ കാലുകൊണ്ട് എന്റെ മുഖത്ത് ചവിട്ടിയിട്ടാണെങ്കിലും എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരുമോ എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ബിലാലിനോട് പറയുന്നുവെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ 30 ദിവസം നോമ്പെടുത്തവനാണ് എന്ന് പറഞ്ഞ് റബ്ബിന്റെ കോടതിയിലൂടെ കടന്നു ചെല്ലുമ്പോ ഈ നോമ്പ് നമുക്ക് ഉപകാരം സിദ്ധിക്കുകയില്ല. അതുകൊണ്ട് ഒരു നാവ് കൊണ്ടുള്ള പ്രശ്നങ്ങളുമില്ലാതെ, കള്ളമായൊരു പ്രവർത്തനങ്ങളുമില്ലാതെ, അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞ മേഖലകളിലൂടെ സൂക്ഷിച്ചുകൊണ്ട് ഈ റമദാനിനെ സ്വീകരിക്കാൻ, അങ്ങനെ നോമ്പെടുക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. മാത്രമല്ല, നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ പെട്ടെന്ന് പറയാൻ അള്ളാന്റെ ഹബീബ് പറയാൻ, ആ നോമ്പെടുക്കുമ്പോ ചില മര്യാദകൾ. വേദക്കാരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തമാകാൻ വേണ്ടി അവർ അത്താഴം കഴിച്ചിരുന്നില്ല, നിങ്ങൾ അത്താഴം കഴിക്കാത്ത, അത്താഴം കഴിക്കണേ, അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവള് പറയും, എനിക്ക് കുറെ പ്രൗഢി കാണിക്കാൻ വേണ്ടി എനിക്ക് അത്താഴം കഴിച്ചില്ലായിരുന്നു, വലിയ പ്രശ്നമില്ല, ഞാൻ അത്യാവശ്യം ആരോഗ്യമില്ല ആളാണ്, നിനക്ക് കഴിഞ്ഞു പോകും എന്നൊക്കെ. അഥവാ അത്താഴം കഴിക്കാൻ വൈകിയാലും നമ്മൾ ആളോട് ഇതൊരു വലിയൊരു അന്തസ്സായിട്ട് എടുത്ത് കാണിച്ച് പറയുന്ന സ്വഭാവം നല്ലതല്ല. ഒരു നഷ്ടബോധമാ മനസ്സിൽ വേണ്ടത്. ഒരു സുന്നത്ത് എനിക്ക് നഷ്ടപ്പെട്ടല്ലോ. അള്ളാന്റെ റസൂൽ പറയും, അത്താഴം കഴിക്കണേ, അത്താഴത്തിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ കഴിക്കണം? സ്വഹീഹ് ബുഖാരി 1921 ഹദീസ് കാണാം.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. അദ്ദേഹം പറയാണ്, തസ്ഖർനാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഞങ്ങൾ അത്താഴം കഴിക്കുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ അത്താഴം കഴിച്ചു. ഖീല, അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, കം കാന ബൈനഹുമാ, ആ അത്താഴത്തിന്റെയും ഫജ്റിന്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു, അത്താഴത്തിന്റെയും സുബഹിന്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഖാല 50 ആയാ, 50 ആയത്ത് ഖുർആൻ ഓതാനുള്ള സമയമുണ്ടായിരുന്നു. അതാണ് അത്താഴം കഴിക്കാനുള്ള സമയം. പണ്ട് നമ്മളൊക്കെ ആലോചിച്ചൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പാതിരാത്രി എണീറ്റ് അത്താഴം കഴിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെയും കിടന്നുറങ്ങുക, പിന്നെ സുബഹിക്ക് പിന്നെ എണീക്കുക, അങ്ങനെയൊന്നും ആദ്യ കാലഘട്ടത്തിലൊക്കെ. ഇപ്പൊ നമുക്ക് മനസ്സിലായി എപ്പോഴല്ല അവസാനത്തിലാണ് അത്താഴം കഴിക്കേണ്ടത്. ആ കഴിക്കേണ്ട സമയം ഇതാണ്. അത്താഴം കഴിച്ച് 50 ആയത്ത് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ സുബഹിന്റെ ബാങ്ക് കൊടുക്കാൻ അല്ലേ, ആ ഒരു സമയത്തിൽ അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലായില്ലേ നമുക്ക്, ഇല്ലേ? സഹാബത്ത് അത്താഴം കഴിച്ചാൽ സുബഹി നിസ്കരിക്കോടെ എന്തായിരുന്നു പണി? ഖുർആൻ ഓത. നമ്മൾ 50 ആയത്തില്ല 150 250 ഒക്കെ ഓതും. എപ്പോഴാ? റമദാൻ 1-ന് അല്ലേ? ശഅബാൻ 29 ആയി കഴിഞ്ഞാൽ അസർ മുതലേ നമ്മൾ ചോദ്യം തുടങ്ങും, മാസം കണ്ട വല്ല അറിയിപ്പുണ്ടോ, എന്തെങ്കിലും ആയോ, ഇല്ല, അന്വേഷണങ്ങളുടെ തിരക്കാ. നമ്മള് ഖുർആൻ തന്നെ അന്ന് തറാവീഹ് കഴിഞ്ഞ് വന്നാൽ ഓതും, സുബഹി കഴിഞ്ഞാൽ ഓതും, പിന്നെ അവസാനം അങ്ങനെ പോയി അവസാനം പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇടത്തോട്ട് സലാം വീട്ടി അങ്ങോട്ട് തന്നെ കിടന്നുറങ്ങുന്ന രീതി. അത്താഴം കഴിക്കാൻ എണിച്ചാൽ പിന്നെ കുറച്ചൊരു നോമ്പ് 30 20 ഒക്കെ കഴിയുമ്പോൾ ഫോൺ വിളിച്ച് സംശയം ചോദിക്കാൻ തുടങ്ങും. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാങ്ങ് കൊടുത്താൽ എന്താ ചെയ്യുക? കാരണം അതുവരെ എത്തി നമ്മൾ. ഇവിടെ നമ്മൾ ആലോചിച്ചൊക്കെ അത്താഴം കഴിക്കേണ്ട ഒരു സമയം, ആ നേരത്തെ എണീറ്റ് അത്താഴം കഴിച്ചാൽ 50 ആയത്ത് ഖുർആൻ ഓതാനുള്ള സമയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നത് എന്ന് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അത്താഴം കഴിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ വേദക്കാര് നോമ്പ് തുടർച്ചയായി കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവരോടെതിരാവണേ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലാ യസാലുൻ നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്റാ, ലാ യസാലുൻ നാസു ബിഖൈരിൻ, മനുഷ്യൻ നന്മയിലായി കൊണ്ടേയിരിക്കുകയാണ്. മാ അജ്ജലുൽ ഫിത്റാ, അവൻ നോമ്പ് തുറക്കാൻ വേണ്ടി ധൃതി കാണിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ നന്മയില്ലായിക്കൊണ്ടേയിരിക്കുകയാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് അത് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ധൃതി കാണിക്കാന്ന് നോക്കേ, അതായത് ഭക്ഷണം മുന്നിൽ വെച്ച് കാത്തിരിക്കുക. നമ്മൾ ഉദ്ദേശിച്ച ധൃതി കാണിക്കലല്ല, വേഗത്തിൽ കഴിക്കലല്ല, അത് മുന്നിൽ വെച്ച്. സത്യം പറഞ്ഞാൽ പിന്നെ റമദാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചൊക്കെ കൂടുതൽ അമല് വർദ്ധിപ്പിക്കേണ്ട മാസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല അമലുകളും നമ്മൾ വിട്ടുകളയുന്ന മാസം. ഞാനൊരു സിമ്പിൾ ഒരു ഉദാഹരണം പറയാൻ, നമ്മൾ ബാങ്ക് കേട്ടാല് ബാങ്കിന് ജവാബ് ചൊല്ലണം, വേണ്ടേ? അല്ലാഹു അക്ബർ ഇവിടുന്ന് കൊടുത്താൽ നമ്മളും പറയും അല്ലാഹു അക്ബർ, നമ്മൾ പറയാൻ പഠിച്ചവരാണ്. പക്ഷെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചൊക്കെ, റമദാനിലെ മഗ്‌രിബ് ബാങ്കിന് ജവാബ് കൊടുക്കണ എത്ര ആൾ നമ്മുടെ കൂട്ടത്തിൽ? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഈത്തപ്പഴം വെച്ചത് വായല്, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ടില്ല, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉള്ള സുന്നത്തുകൾ കളയാതെ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കാത്തിരിക്കുക. ആ സമയം പെട്ടെന്ന് ഇങ്ങനെ ഞാനൊന്ന് സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവട്ടെ, ഇങ്ങനൊന്നല്ലല്ലോ. അള്ളാന്റെ റസൂലിനോട് യാത്രക്കടി നോമ്പ് ഇറക്കുന്ന സന്ദർഭത്തിൽ നബിയെ ആ ശോഭ ഒന്നും ഇങ്ങോട്ട് പ്രകടമായിട്ടില്ല. അള്ളാന്റെ റസൂല് പറയാൻ പെട്ടെന്ന് നോമ്പ് തുറന്നുകൊള്ള ധൃതി കാണിക്കണം എന്ന് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി ധൃതി കാണിക്കുക. അങ്ങനെ ചിട്ടയായിട്ട് കൃത്യമായി നമ്മൾ നോമ്പിനെടുത്തു കഴിഞ്ഞാൽ എന്താ പ്രതിഫലങ്ങൾ? പ്രധാനപ്പെട്ട 2 പോയിന്റ് കൂടെ ഇൻഷാ അല്ലാഹ് കൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ നോമ്പെടുത്താൽ നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ് എന്താ? ഒരു ശർത്ത് കൂടെ റസൂൽ പറയാൻ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സാമ റമദാന, ആര് റമദാനിലൂടെ നോമ്പെടുത്തു പോയോ, ഈമാനൻ വഹ്തിസാബാ, നല്ല വിശ്വാസത്തോടുകൂടെ റബ്ബിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ റമദാനിലൂടെ നോമ്പെടുത്തു പോയാൽ അവന്റെ കഴിഞ്ഞു പോയ കാലങ്ങളിലെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തു എന്നാണ്.
എന്താ പറയുന്ന വാക്ക്? പൊറുക്കപ്പെട്ടു എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനല്ലേ നമ്മൾ സാധാരണ എന്താ പറയേണ്ടത്? കൃത്യമായി നോമ്പെടുത്ത പാപം പൊറുക്കപ്പെടും, അങ്ങനല്ലേ പറയണ്ടേ? പക്ഷെ അള്ളാന്റെ ഹബീബ് പറഞ്ഞ വാക്കെന്താണ്? അവന് പൊറുക്കപ്പെട്ടു എന്നാണ്. എന്താ തന്നെ കാരണം? നിങ്ങൾ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ഖുർആനിലെ ആയത്തുകൾ പരിശോധിച്ചൊക്കെ ഒരുപാട് പാസ്റ്റ് ടെൻസ് അല്ലാഹ് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. എന്തിനാൽ 100% ഉറപ്പുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ കൃത്യമായി നോമ്പെടുത്താൽ അവനല്ല പൊറത്തു കൊടുത്തു. 2 നിബന്ധന പറഞ്ഞു. അതാ നമുക്ക് ചർച്ച. ഈമാൻ ഉണ്ടാവണം. എന്താ ഈമാൻ? എന്താ ഈമാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച വിശ്വാസം. തൗഹീദില്ലാതെ എത്ര തന്നെ അമലുകൾ പടുത്തുയർത്താലും പ്രവാചകന്മാരോട് പോലും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ? 39-ാം അധ്യായം 65-ാമത്തെ വചനത്തിലൂടെ കാണാം. അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്, വലഖദ് ഓഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഓഹിയ ഇലൈക, അല്ലയോ പ്രവാചകരെ, താങ്കൾക്ക് വഹി നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക, അങ്ങയുടെ പൂർവികരായി കടന്നു വന്ന ഏതേത് പ്രവാചകന്മാരുണ്ടോ അവർക്കും നാം വഹി നൽകിയിട്ടുണ്ട് റസൂലേ. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ തങ്ങളുടെ സകലമാന കർമ്മങ്ങളും അത് പൊളിഞ്ഞു പോകുമെന്നല്ല. നൂന സക്കീല തഹ്കീദിന്റെ നൂന് കൊടുത്തുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയാ, നിസ്സംശയം മുഹമ്മദേ, നിന്റെ അമലുകൾ അത് പൊടിഞ്ഞു പോവുക തന്നെ ചെയ്യുമെന്ന, വലതകൂനന്ന, നീ ആയിത്തീരുക തന്നെ ചെയ്യുമെന്ന, മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ അങ്ങ് പെട്ടുപോകുമെന്നാണ്. അങ്ങ് ബദറിന്റെ രണഭൂമിയിലൂടെ ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിലോ, ഉഹദിന്റെ രണഭൂമിയിലൂടെ നൊമ്പരപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അങ്ങയുടെ മുൻപല്ല് പൊട്ടി കവളത്തുനിന്ന് രക്തം വാർന്നൊലിച്ചിട്ടുണ്ടെങ്കിലോ, അബൂ ആമിറിന്റെ ചതിക്കുഴിയിൽ വീണ് കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലോ, ഒന്നും അല്ലാഹ്ക്ക് വേണ്ട. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകും മുഹമ്മദേ. എന്തിനാ റസൂലുള്ളാഹിനോട് പറഞ്ഞേ? അല്ലാഹുവിന്റെ റസൂൽ ശിർക്ക് ചെയ്യോ? ഉണ്ടോ? പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ മാർഗത്തിൽ ഇത്ര ത്യാഗം സഹിച്ച് ജീവനും രക്തവും ശരീരവും റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കാൻ തയ്യാറായ ആ പ്രവാചകനില്ലേ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബ്? സ്വർഗത്തിൽ ആദ്യമായി കടന്നു വരുന്ന, സ്വർഗീയ കവാടം ആദ്യമായി തുറക്കപ്പെടുന്ന ആ പ്രവാചകനില്ലേ? സ്വർഗീയ ആരാമത്തിലെ കൊട്ടാരം പണിത് അള്ളാഹ് കാത്തിരിക്കുന്ന പ്രവാചകനില്ലേ? ആ പ്രവാചകന്റെ ഭാഗത്തുനിന്ന് ശിർക്ക് വന്നാൽ പോലും അള്ളാഹ് പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞാൽ, സാധാരണക്കാരായ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നാലോ തീർന്നില്ലേ? അത് സൂചിപ്പിക്കാനുള്ള പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നോമ്പല്ല, ഏത് അമല് സ്വീകരിക്കപ്പെടണോ ഈമാൻ, കൃത്യമായ വിശ്വാസം വേണം. വഹ്തിസാബ, അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിക്കണം. അതിനാ നിയ്യത്ത് എന്ന് പറയാ. അത് നബൈതു സൗമാദിൻ നന്നതായി ഫർള റമദാനി ആദി സനത്തി ഇല്ല. ആ പറച്ചലല്ല, മനസ്സിലുള്ള നിയ്യത്താൻ. പറയുന്നവരുടെ അപകടങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേ? എന്ന് നോമ്പെടുക്കണവനും സുബൈക്ക് എണീറ്റാലും പറയാ നവൈത്തു സൗമാരി, നാളത്തെ നോമ്പിന് ഞാൻ കരുതി. അപ്പൊ അന്നത്തെ നോമ്പിന്റെ അവസ്ഥ എന്താ? നമ്മൾ ആലോചിച്ചു. ഇസ്ലാമിൽ നിയ്യത്തില്ലേ? ഉണ്ട്. ആദ്യം മുതൽ അവസാനം വരെ വേണ്ട ഒന്നാ നിയ്യത്ത്, ഇടക്ക് മുറിയാനുള്ളതല്ല. അത് മനസ്സിൽ ഉദ്ദേശശുദ്ധിയാണ്. സ്വഹീഹ് ബുഖാരിയിൽ 1-ാമത്തെ ഹദീസ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെ പഠിപ്പിച്ചതാണ് മനസ്സിൽ ഉദ്ദേശശുദ്ധി. അങ്ങനെ നോമ്പെടുക്ക. അങ്ങനെ നോമ്പെടുത്താൽ അല്ലാഹ് പാപങ്ങളെ പുറത്തു തരും. പിന്നെ നോമ്പുകാരന് കിട്ടുന്ന മറ്റൊരു നേട്ടം എന്താ? നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ? നമ്മളുടെ സാധ്യാവില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിന് നോമ്പെടുക്കുന്ന ഒരു അടിമയും തന്നെ ഇല്ല. ആ നോമ്പ് കൊണ്ട് പടച്ച തമ്പുരാൻ അവനെ അകറ്റിയിട്ടല്ലാതെ ഇല്ല. നരകത്തിൽ നിന്ന് 70 വർഷം നടക്കാനുള്ള സഞ്ചാര ദൂരം അള്ളാഹുവിനെ നരകത്തിൽ നിന്ന് അകറ്റിയിട്ടല്ലാതെ ഇല്ല. ഒരു ദിവസത്തെ സ്വീകാര്യമായ നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് അകന്നു പോവാ. അങ്ങനെ നിങ്ങൾ ആലോചിച്ചൊക്കെ 29 ആണെങ്കിലും 30 ആണെങ്കിലും ഷഹ്റാനി ഐബാനിലായും ഖുസാൻ, പെരുന്നാളിന്റെ 2 മാസങ്ങള് പുണ്യത്തിൽ കുറയൂല എന്നാ. ആ 2 മാസം ശവ്വാലും ദുൽഹജ്ജും അല്ല, അള്ളാന്റെ റസൂലിന്റെ നാവോണ്ട് എണ്ണി റമദാൻ, ദിൽഹിജ്ജ,
റമദാനും ദുൽഹിജ്ജയാണ്, പുണ്യത്തിൽ കുറയൂല. നമ്മൾ ആലോചിച്ചൊക്കെ നരകമോചനം കിട്ടിയില്ലേ, സ്വർഗത്തിൽ പോകാൻ പറ്റൂലേ? അല്ലേ? ഹബീബ് പറയാണ്, ഇന്ന ഫിൽ ജന്നത്തി ബാബാ, സ്വർഗത്തിൽ ഒരു കവാടമുണ്ട്, യുഖാലു ലഹു റയ്യാൻ, ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. റയ്യാൻ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു കവാടം, യദ്ഖുലു മിൻഹു സ്വായിമൂൻ, അതിലൂടെ കടന്നു വരുന്നവര് നോമ്പുകാരാണ്, അതില്ലാതെ മറ്റാരും അതിലൂടെ പ്രവേശിക്കപ്പെടുകയില്ല. അന്ന് വിളിക്കപ്പെടുകയാണ്, അയ്ന സ്വായിമൂൻ, അയ്ന സ്വായിമൂൻ, എവിടെയാണ് നോമ്പുകാര്, എവിടെയാണ് നോമ്പുകാര് എന്നു വിളിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകമോചനമുണ്ട്, സ്വർഗപ്രവേശനമുണ്ട്, പാപങ്ങൾക്കുള്ള മഗ്ഫിറത്തുണ്ട്. മാത്രമാണോ ആ നോമ്പുകാരന് കിട്ടുന്ന വലിയ സന്തോഷമില്ലേ? ലിസാഇമി ഫർഹത്താൻ, ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷമാണെങ്കിൽ, മറ്റൊന്ന് ഈ നോമ്പ് മുഖാന്തരം തന്റെ റബ്ബിനെ കാണുമ്പോ, അള്ളാനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. എളുപ്പമല്ല റബ്ബിനെ കാണാൻ. ആ സ്വർഗത്തിൽ കിട്ടുന്ന അനുഭൂതികളുടെ ഏറ്റവും വലിയ അനുഭൂതികളാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലാഹ് കൊടുത്തിട്ട് സ്വർഗാവകാശികളോട് ചോദിക്കുകയാണ്, ഇതുവരെ കിട്ടിയതിനേക്കാളും വലുത് നിങ്ങൾക്ക് തരട്ടെയോ എന്ന് ചോദിക്കുമ്പോ അവര് ചോദിക്കുന്നു, അല്ലാഹ് ഇതുവരെ തന്നത് തന്നെ എമ്പാടും വലുതാണ്, വലിയ അനുഗ്രഹങ്ങളാണ്, ഇതിനും വലുതുണ്ടോ റബ്ബേ എന്ന് ചോദിക്കുമ്പോ അള്ളയും അവർക്കും തമ്മിലുള്ള മറയങ്ങ് നീക്കപ്പെടുകയാണ്. ആ മഹത്തായ സൗഭാഗ്യം കിട്ടാൻ നോമ്പ് കൊണ്ട് സാധ്യമാവുകയാണ്. മാത്രമല്ല, റബ്ബിന്റെ അടുക്കൽ വരുമ്പോ അൽ ഖുലൂഫ് ഫമുസ്സായിമി അത്യബുൻ ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, ആ നോമ്പുകാരന്റെ വായുടെ പകർച്ചയുണ്ടല്ലോ, അള്ളാഹിന്റെ അടുക്കൽ അത് കസ്തൂരിയെക്കാളും സുഗന്ധമുള്ളതായിരിക്കുമെന്നാ. ഇത്ര വലിയ നേട്ടങ്ങൾ അള്ളാഹിന്റെ അടുക്കൽ നോമ്പ് കൊണ്ട് കിട്ടാണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാ? കൃത്യമായി നോമ്പെടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, റമദാനിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള വഴി ഒന്നെന്താൻ? നോമ്പെടുക്കലാണ്. അവന് പൊറുക്കപ്പെട്ടു എന്നാൽ. രണ്ടാമത്തെ വഴി എന്താണ്? അതിലെ ഖിയാമുകളാണ്. ഒരൊറ്റ ഹദീസിലെ ബുഖാരിയിലെ രണ്ട് വിഷയം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞേ: നോമ്പെടുക്കുക, ലൈലത്തുൽ ഖദറിലെ ആ രാത്രി നമസ്കരിക്കുക. മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബാ ആരെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലൂടെ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു അവന് പൊറുത്തു കൊടുത്തു എന്നാണ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബാ, ആര് റമദാനിലൂടെ നിന്ന് നമസ്കരിക്കുന്നുവോ അവനും കഴിഞ്ഞുപോയ കാലങ്ങൾ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്നാണ്. പാപങ്ങൾക്കുള്ള മഗ്ഫിറത്ത് അത് കിട്ടും നോമ്പ് കൊണ്ട്, ഖിയാമ കൊണ്ട്, ലൈലത്തുൽ ഖദറിന്റെ ഖിയാമുകളെ കൊണ്ട് കിട്ടും. അതിന് കിട്ടണമില്ലെങ്കിൽ നഷ്ടമാണ്. എങ്ങനെയാ നഷ്ടം വരിക? എങ്ങനെയാ നഷ്ടം വരിക? അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ? മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കാലൂന്നി അള്ളാന്റെ റസൂൽ ഒന്നാമത്തെ പടവിൽ കാല് വെച്ചപ്പോ ആമീൻ, അള്ളാഹുവിന്റെ ഹബീബ് ആമീൻ എന്ന് പറയാൻ. രണ്ടാമതും കാല് വെച്ചപ്പോഴും അവിടെ നിന്ന് ആമീൻ എന്ന് പറയാണ്. മൂന്നാമതും അള്ളാഹുവിന്റെ ഹബീബ് ആമീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോകുമ്പോ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖുത്ബയിൽ നിന്ന് വിരമിക്കുമ്പോ അവിടുന്ന് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ആരും അങ്ങേ മിമ്പറിലേക്ക് കൊണ്ടുപോകുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല, ആരും അവിടെ ദുആ ചെയ്യുന്നതും ഞങ്ങൾ കേട്ടിട്ടില്ല നബിയേ. ഒറ്റക്കാണ് മിമ്പറിലേക്ക് കയറിയത്, അവിടെ ഒറ്റക്ക് ആമീൻ എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ആതാനി ജിബ്രീൽ, എന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിരുന്നു. അവിടെ ജിബ്രീൽ 3 ദുആ നടത്തിയപ്പോ ജിബ്രീലിന്റെ ദുആഇന് ഞാൻ ആമീൻ എന്ന് പറഞ്ഞു പോയി എന്നാ. അതിലൊന്നാമത്തെ പ്രാർത്ഥന എന്താണെന്നറിയോ? മൻ അദറക റമദാൻ, ഒരു മനുഷ്യന് റമദാനിനെ എത്തിക്കുകയാണ്, ഫലം യുഗ്ഫർ ലഹു, അവന്റെ പാപം അവന് വേണ്ടി പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ.
അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, റമദാൻ വിട പറഞ്ഞിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവന് റഹ്മാൻ ഫുറസിൽ മുഖം കുത്തി വീഴട്ടെ, നാശമടയട്ടെ, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ റമദാൻ വിട പറയുമ്പോ ഇൻഷാ അല്ലാഹ് നമ്മുടെ പാപങ്ങളെ നമുക്ക് പൊറുത്തു കിട്ടാൻ വഫാറായ തമ്പുരാനോട്, എല്ലാം പൊറുത്തു തരുന്ന തമ്പുരാന്റെ മുമ്പിൽ നിറഞ്ഞ കൈകളോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാ, മനസ്സ് നിറഞ്ഞ കണ്ണുകളോടെ റബ്ബിനോട് പ്രാർത്ഥിക്കാ. എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് കൃത്യമായി അനുഷ്ഠിച്ചാൽ, അതിന്റെ ഖിയാമുകളെ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, കുമ്പാരമായി നീ തെറ്റോ ചെയ്താ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും കുന്നോളം പാപങ്ങൾ ചെയ്തു വെച്ചിട്ടോ അള്ളാഹുവിനോട് നിന്റെ കരങ്ങളെ നീട്ടിയാൽ അള്ളാഹ് നിന്റെ കരങ്ങളെ തട്ടൂല്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവണ്ട. അള്ളാഹ് നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും പൊറുത്തു തരാമെന്ന് പഠിപ്പിക്കുമ്പോ ഇന്നല്ലാഹ യഫ്റഹു തൗബത അബ്ദിഹി, ഒരടിമ തന്റെ രക്ഷിതാവിനോട് പശ്ചാത്തപിക്കുമ്പോ അള്ളാഹു സന്തോഷിക്കുമെന്ന അള്ളാഹുവിന് സന്തോഷമാ. മാത്രമല്ല, പ്രവാചകൻ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യബ്സുതു യദഹു ഫിൽ ലൈലി അയ്യുതീബ മുസീഉൻ നഹാർ. അള്ളാഹു രാത്രികാലങ്ങളിൽ അവന്റെ കരങ്ങളെ നീട്ടുകയാണ് പകൽ ചെയ്ത ദോഷികളുടെ തൗബ സ്വീകരിക്കാ. പകലിലും അള്ളാഹു അവന്റെ കരങ്ങളെ നീട്ടുകയാണ് രാത്രി ചെയ്ത ദോഷികളുടെ തൗബ സ്വീകരിക്കാൻ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചു. ജീവിതത്തിലെ മഅസൂമായ പ്രവാചകൻ, തെറ്റുകുറ്റങ്ങളെ സംഭവിക്കാത്ത പ്രവാചകൻ, ഒരു ദിവസം 100-ലധികം തൗബ റബ്ബിനോട് ചെയ്തു എന്ന് പറയുമ്പോ ആദം സന്തതികൾ പാപികളാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ നിങ്ങളിൽ ഉത്തമര് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാണെന്ന് പറയുമ്പോ ഇതുവരെ ചെയ്തു പോയ സംഭവിച്ചു പോയ തെറ്റുകളിലൂടെ മനം നൊന്തുകൊണ്ട് ഇനി നാദായന്റെ ജീവിതത്തിൽ ഞാനത് ആവർത്തിക്കില്ല അല്ലാ, ഇനി ഒരിക്കലും ഞാനത് മടങ്ങില്ല റബ്ബേ എന്ന ദൃഢമായ പ്രതിജ്ഞയോടുകൂടെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതാ. മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അത് അവരോട് പൊരുത്തപ്പെടിപ്പിച്ചു റബ്ബിനോട് പറഞ്ഞ അള്ളാഹു നമുക്ക് വേണ്ടി പുറത്തു തരുന്നതാണ്. പ്രിയമുള്ളവരെ, റമദാൻ വിട പറയുമ്പോ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ശുദ്ധമായി മാറാ. അതുകൊണ്ട് അതിന്റെ ഖിയാമുകളെ ഭംഗിയായി നിർവഹിക്കാൻ, ലൈലത്തുൽ ഖദറിനെ മനോഹരമായി നേടിയെടുക്കാൻ. പ്രിയമുള്ളവരെ, അവസാനത്തെ 10 പുണ്യങ്ങളുടെ പേമാരി പെയ്തിറങ്ങുന്ന 10 ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് ആ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് പറയാണ്, അഹ്യാ ലൈലഹു, ആ രാത്രികളെ പ്രവാചകൻ ജീവിപ്പിക്കുകയാണ്. വായിക്കല അഹ്ലഹു, തന്റെ കുടുംബത്തെ വിളിച്ചു നിർത്തുകയാണ്. മാത്രമല്ല, പ്രവാചകൻ വിശുദ്ധ അള്ളാന്റെ ഹബീബ് കെട്ടിവെക്കുകയാണ്. എന്തിന്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഇസാറിന് അരമുണ്ട്, അരമുറുക്കി കെട്ടി പ്രവാചകൻ ഇബാദത്തിന് വേണ്ടി ഇറങ്ങുന്ന അവസാനത്തെ മനോഹരമായ 10 ഉണ്ടല്ലോ, ഷോപ്പിംഗ് മാളുകളിലൂടെ അടിച്ചു തകർക്കുമ്പോ, പെരുന്നാളിന്റെ വിനോദത്തിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തട്ടിയകറ്റുന്നവരെ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പറന്നു പോകാൻ പറ്റോ? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്ന് ധാരാളമായി പടച്ച തമ്പുരാനോട് മനസ്സു തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കാൻ പ്രവാചകൻ പറഞ്ഞതാണോ? പ്രിയമുള്ളവരെ, റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ വരുമെന്നറിയാത്തവര് ഈ പള്ളിക്കകത്തില്ല എന്നെനിക്കറിയാ. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ വസ്ത്രം വാങ്ങി തയ്യാറായിക്കോ. അവസാന നാളെ അമലുകളെ തകർക്കണ്ട. അള്ളാഹന്റെ പള്ളിയിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ പ്രിയമുള്ളവരെ, അതിനും നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. അങ്ങനെ പുണ്യങ്ങളെ അധികരിപ്പിക്കാ. എന്തൊക്കെ മാനദണ്ഡം പ്രവാചകൻ പറഞ്ഞു എന്നറിയോ? അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ ഹബീബിന്റെ ഹിഫ്ള് പരിശോധിക്കൽ റമദാനിലാണ്. ആ ജിബ്രീലിനെ കണ്ടുമുട്ടുമ്പോ ആ ദിവസങ്ങളിൽ അള്ളാന്റെ ഹബീബ് സദഖ ചെയ്യാറുണ്ട്. മിനർ റീഹിൽ മുർസല,
അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ് പ്രവാചകന്റെ സ്വതക്കയെന്ന ഇല്ലായ്മയിൽ കഴിയുന്ന പ്രവാചകൻ വിട പറയുന്നതിന്റെ തലേരാത്രി പോലും പ്രിയമുള്ളവരെ അറിയോ, വഫാത്താകുന്നതിന്റെ തലേരാത്രി ഭക്ഷണം കഴിക്കാൻ 1 മണി ഗോതമ്പിന്റെ ഭക്ഷണമില്ലാതെ നോക്കണേ തന്റെ ഇഷ്ടപ്പെട്ട പടയെങ്കിൽ ചൂതന്റെ കയ്യിൽ പണയപ്പെടുത്തി അതുകൊണ്ട് കിട്ടിയ ഗോതമ്പ വിട പറയുമ്പോ ലോകത്തിന്റെ നായകന്റെ കുടൽമാലയിൽ ഉണ്ടായിരുന്നത് എന്ന് രോഗപ്പെടുത്തുമ്പോ മാത്രമല്ല വഫാത്താകുന്നതിന്റെ തലേരാത്രി വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാതെ അടുത്ത വീട്ടിൽ നിന്ന് എരവ് വാങ്ങിയ എണ്ണയാ റസൂലുള്ളാഹിന്റെ വീട്ടിലൂടെ കത്തിച്ചത് എങ്കിലോ അങ്ങനെയുള്ള പ്രവാചകന്റെ സ്വതക്ക കണ്ടില്ലേ, മിനറീഹിൽ മുർസല അടിച്ചു വീശുന്ന കാറ്റിന്റെ വേഗത്തിലൂടെ. പിന്നെയും ചെയ്യാൻ അമലുകള് സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പോവാട്. ആ റമദാനിൽ ചെയ്യുന്ന ഉംറയുണ്ടല്ലോ, അല്ല ഉംറത്ത് ഫീ റമദാൻ തഅദിലു ഹജ്ജ, ഒരു ഹജ്ജിന്റെ പുണ്യം കിട്ടുന്നതാണ് റമദാനിലെ ഉംറ. അതുകൊണ്ട് പരമാവധി ആ മാസങ്ങളിലൂടെ ഉംറ ചെയ്യാ. പ്രിയമുള്ളവർ, ഈ സൗദി അറേബ്യയിലൂടെ കടന്നു വരാൻ ഭാഗ്യം കിട്ടിയിട്ടോ ചില്ലറ ദീനാറ് റിയാലുകൾ ചെലവഴിച്ചാൽ അള്ളാന്റെ മണ്ണിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ, പരിശുദ്ധമായ കഅബാലയത്തിലെത്താൻ കഴിയുമെങ്കിൽ അതും പാഴാക്കരുതേ. റമദാനിലെ ഉംറക്കുള്ള പ്രതിഫലമാണ്. ഇതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങള് സഹാബത്ത് ഓതിയെടുത്ത രീതി എങ്ങനെയാണെന്നറിയോ? 3 ദിവസം കൊണ്ട് ഖുർആൻ പൂർത്തീകരിച്ചവനുണ്ട്, 5 ദിവസം കൊണ്ട് ഖുർആൻ പൂർത്തീകരിച്ചവനുണ്ട്, 7 ദിവസങ്ങളെ കൊണ്ട് ഖുർആൻ പൂർത്തീകരിച്ചവരുണ്ട്. നമ്മൾ ആലോചിച്ചൊക്കെ മാസം കണ്ട നമ്മൾ ഓതി തുടങ്ങാൻ വേഗത്തിൽ അവസാനം ഫാത്തിഹ കഴിഞ്ഞ് ബക്കറ ആലിമ്രാൻ നിസാവുമായി നാമെത്തുമ്പോഴത്തേനും റമദാൻ തീരാൻ ആദ്യത്തെ ആവേശം അവസാനത്തേക്കില്ല. അടുത്ത റമദാൻ വീണ്ടും തുടങ്ങി ഫാത്തിഹ മുതൽ നാസിലെത്തിയ ചരിത്രമില്ല. ഈ റമദാൻ മാറ്റണ്ടാവണം. ഖുർആൻ ഇറങ്ങിയ മാസം അതിനെ നെഞ്ചിലേറ്റാൻ 25-ാമത്തെയും സൂറത്ത് ഫുർഖാൻ 30-ാമത്തെ വചനം വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആൻ അവഗണിച്ചത് കൊണ്ടാണ് റബ്ബേ എന്റെ സമുദായം നരകത്തിൽ വന്ന് വീഴാനുള്ള കാരണമെന്ന് റസൂലുള്ളാഹി പറയും റബ്ബിനോട്. റിയാദുസ് സാലിഹീൻ 1549-ാമത്തെ ഹദീസിലെ റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ, വലിയ വലിയ പാറകളെ കൊണ്ട് തലക്കേറുകൊണ്ട് തല ചതഞ്ഞറിയുന്ന വിഭാഗം ആരെ? ഖുർആനിനെ അവഗണിച്ചവരാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണം അധികരിപ്പിക്കുക, അതുപോലെ തന്നെ ഖിയാമുകളെ കൃത്യമായി പങ്കെടുക്കാൻ ഒക്കെ. ഇശാ ജമാഅത്തിനൊക്കെ പലപ്പോഴും നമ്മൾ ചോദിക്കുക എപ്പോഴാ തറാവീഹ് തുടങ്ങുന്ന സമയം, നമ്മളൊക്കെ ശ്രദ്ധിക്കുക. തറാവീഹ് സുന്നത്താൻ, ശക്തമത്തായ സുന്നത്താൻ. ഫർള് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള നമസ്കാരം. പക്ഷെ അതിന് മുമ്പ് ഒരു ജമാഅത്തുണ്ട്, ഇശ ഒട്ടുപോകരുതേ. ആ സമയത്തെ പള്ളിയിലേക്ക് എത്താൻ അങ്ങനെ കൃത്യമായി റമദാനിലെ സമയത്തിന്റെ പരിമിതി കൊണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെക്കാൾ ഇൽമും പ്രാവീണ്യവുമുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിക്കും. അതൊക്കെ കേട്ട് എങ്ങനെ റമദാനിൽ തയ്യാറെടുക്കുമോ അങ്ങനെ മാനസികമായി തയ്യാറെടുത്ത് അതിന്റെ ലക്ഷ്യം കൂടെ ഇൻഷാ അല്ലാഹ് 2-3 മിനിറ്റിൽ പറഞ്ഞതൊക്കെ ഞാൻ അവസാനിപ്പിക്കാൻ. എന്തിനാ പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കും ഇപ്രാവശ്യം എന്തായാലും ലൈലത്തുൽ ഖദറൊക്കെ നേടിയെടുക്കണം. അവസാനത്തെ 10ആവുമ്പോഴത്തേനും നമ്മൾ മാനസികമായിട്ട് തളരാൻ കാരണം എന്താ? ഭൗതികത നമ്മൾ പിടികൂടാൻ. അപ്പൊ വിചാരിക്കും ഇക്കൊല്ലം ഏതായാലും നഷ്ടപ്പെട്ടു, ഇനി അടുത്ത കൊല്ലം ഞാനാവാ എന്ന് വിചാരിക്കുമ്പോ പ്രിയമുള്ളവരെ അടുത്ത കൊല്ലം ഉണ്ടാവും. പക്ഷേ അടുത്ത കൊല്ലം റമദാൻ വരുന്നേക്കാം, ലൈലത്തുൽ ഖദറും ഉണ്ടായേക്കാം. നമ്മൾ ഉണ്ടാകുന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? അതുകൊണ്ട് ഓർക്കണേ, ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് തയ്യാറെടുക്കാൻ. അല്ലാഹ് തന്ന ആയുസ്സിലെ സമയം വിട പറയാൻ എപ്പോഴാണെന്നറിയാത്ത അവസ്ഥയിൽ അതുകൂടെ പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങളുടെ ഈ സംസാരം ഞാൻ കൊണ്ടുവരുന്നേ. അടുത്ത റമദാനെ കാത്തിരിക്കാനില്ല. ഈ റമദാൻ റബ്ബ് തന്ന സുഖനീയമായ സാഹചര്യങ്ങളെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അമലുകളാക്കി മാറാൻ ഖബർസ്ഥാനിലെ സഹോദരന്റെ മയ്യത്ത് കൊണ്ടുപോയി മറമാടി തിരിച്ചു വരുമ്പോ നമ്മുടെ വസ്ത്രത്തിൽ കോർത്തുപോയ ആ ഒരു ഖബർസ്ഥാനിൽ കല്ല് മുളിച്ചടി ഒരുപക്ഷെ തട്ടിമാറ്റി യാത്ര പറയുമ്പോ ആ മുളിച്ചടി നമ്മളോട് പറഞ്ഞൊരു രഹസ്യമില്ലേ? എവിടേക്കാ? ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോ തട്ടിമാറ്റി അകന്നവരെ മടങ്ങിച്ചെല്ലാനുണ്ട് ഖബറിലേക്ക്. പ്രവാസ ജീവിതത്തിന്റെ കൈപ്പൊന്നീരും നൊമ്പരങ്ങളും എന്തിന്? ഒരു വീടെനിക്ക് നാട്ടിൽ പണിയാനാണ്. അവിടുന്ന് വാർദ്ധക്യമാകുന്ന സാഹചര്യങ്ങളിൽ ഒരു കൊട്ടാരം പണിത നാട്ടിലേക്ക് മടങ്ങാൻ ആലോചിക്കുമ്പോ വീട് വൈറ്റ് വാഷ് ചെയ്യുന്നതിനനുസരിച്ച് താടി രോമങ്ങൾക്ക് നിറവീണ് അവസാനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ വീട്ടിൽ സ്വസ്ഥമായി താമസിക്കുമ്പോഴേക്ക് ചെറിയ മക്കൾ LKG ക്ലാസ്സിലേക്ക് യാത്ര പോകുന്ന പോലെ
അല്ല, അവർക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയുണ്ട്. എല്ലാം ഇട്ടെറിഞ്ഞൊരു യാത്ര പോവാൻ കഴിഞ്ഞ റമദാനിൽ നമ്മളോടുകൂടെ ഉണ്ടായിരുന്നവരിൽ എത്ര പേർ ഇന്നില്ലല്ലോ പ്രിയമുള്ളവരെ, ഇന്നില്ല. നാളെ നമ്മുടെ മയ്യത്ത് എവിടെയാ? ഒരു മോർച്ചറിയിലാണോ, ഒരു ഫ്രീസറിലാണോ? പറയാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ പ്രിയമുള്ളവരെ, അതിനു മുമ്പുള്ള സമയത്ത് ഓർത്തെടുക്കാൻ മരണം മുതൽ ആരില്ല. പിടക്കുന്ന കൈകളോടെ, വറക്കുന്ന കാലുകളോടെ, കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുമ്പോ വായിലേക്ക് വെള്ളം തൊട്ട് തരുന്ന ഭാര്യ, പ്രിയപ്പെട്ട മക്കള് മരണത്തിന്റെ വേദന കടിച്ചമർത്തുമ്പോ ഇല്ല, ഏറ്റെടുക്കാനില്ല. അവിടെ നിന്നങ്ങോട്ടുള്ള ജീവിതങ്ങൾ ഒറ്റക്കാൻ, പ്രിയപ്പെട്ട ഭാര്യ ഒറ്റക്കാക്കി, പിഞ്ചോമന മക്കളെ ഒറ്റക്കാക്കി ഒരു യാത്ര നീ പോകില്ലേ? ഷോൾഡറിൽ മയ്യത്തേറ്റി കൊണ്ടുപോകുന്ന യാത്രയില്ലേ? അവിടെ എന്റെ ഭാര്യക്കാരാ, എന്റെ മക്കൾക്കാരാ എന്ന് നൊമ്പരങ്ങളല്ല പ്രിയമുള്ളവരെ. നരകാവകാശിയാണെങ്കിൽ പറയും, യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, ഇതിന്റെ നാശമേ എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് വലപിക്കുമ്പോ വാപ്പാന്റെ മയ്യത്തെ ഷോൾഡറിലേറ്റിയ പൊന്നുമക്കള് കേട്ട് സാന്ത്വനം നൽകാൻ ഉണ്ടാവില്ല. പ്രിയപ്പെട്ട ഉമ്മാനോട് കരയുണ്ട്, ഉമ്മ ഞാനില്ല കൂടെ എന്ന് പറയാൻ. പ്രിയമുള്ളവരെ, ആരുമില്ലാത്തൊരു ദിവസമില്ലേ, ഒരു യാത്രയില്ലേ, കൊണ്ടുപോയി കബറിൽ വെച്ചാൽ ലോകത്തിന്റെ മുത്ത് പറയാ, ജീവിതത്തിൽ കളവ് പറയാത്ത ലോകത്തിന്റെ നായകൻ പറയാ, ഇന്നലിൽ കബറിൽ കബറങ്ങ് ഇടുക്കിക്കളയും, ഒരാൾ പോലും രക്ഷപ്പെടില്ല. ഒരു കുട്ടി പോലും രക്ഷപ്പെടില്ല. അല്ലേ? അങ്ങനത്തെ ഒരു ജീവിതമല്ലേ? അവിടെ കൊണ്ടുപോയി കബറിലൂടെ വെച്ചാൽ പറയാൻ പറ്റോ കബറിനോട്, എന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ മയ്യത്താ കബറെ, ഒന്നെടുക്കല്ലേ കബറേ എന്ന് കബറിനോട് പറയാൻ സാധ്യമല്ല, അറിയാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട പൊന്നുമാന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ കബറിനോട് പറയാൻ പറ്റും, കബറ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമാന്റെ മയ്യത്താ കബറ്, ഇടുക്കല്ലേ കബറെ എന്ന് പറയാൻ സാധ്യമല്ല. എന്തിനേറെ നമ്മുടെ കൈകളിലൂടെ വളർന്നു വന്ന മക്കളില്ലയോ, വീട്ടിലേക്ക് കടന്നു വരുമ്പോ വാപ്പാനെ വിളിച്ചോടി വന്ന് കെട്ടിപ്പിടിച്ച് കവിടത്ത് മുത്തുന്ന പൊന്നുമക്കളോ, ആ പൊന്നുമോന്റെ മയ്യത്ത് കബറിലൂടെ കൊണ്ടുപോയി വെക്കുമ്പോ ആ കബറിനോട് പറയാൻ പറ്റും, കബറേ എന്റെ പൊന്നുമോന്റെ മയ്യത്താ കബറേ, ഇടുക്കല്ലേ കബറെ. വടിയെടുക്കുമ്പോ കരഞ്ഞിരുന്ന പൊന്നുമോനാ, എനിക്കത് സഹിക്കാൻ പറ്റൂല എന്ന് കബറിനോട് പറയാൻ പറ്റൂല. ഒരു സാന്ത്വനം ചെയ്തു കൊടുക്കാൻ പറ്റൂല, ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റൂല. അതിന് നമ്മൾ ചെയ്യുന്ന അമല് മാത്രമാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഒരാള് പോലും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നു. ആരാ സഅദ് ബിൻ മുആദ്? 30ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. 35ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോ അള്ളാന്റെ സിംഹാസനം കിടുങ്ങിപ്പോവുകയാ. റഹ്മത്തിന്റെ മലായികത്തുകൾ സഫായി കാത്തുന്ന എന്തിനാ? അദ്ദേഹത്തിന്റെ റൂഹ് കൊണ്ടുപോകാൻ അല്ലേ? ഇത്രയും ശ്രേഷ്ഠതയുള്ള സ്വഹാബി അദ്ദേഹം പോലും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മരണത്തിന് ശേഷം നമുക്ക് നമ്മുടെ അമല ഉണ്ടാവൂ എന്ന ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ 5 വർഷം കൊണ്ട് 30ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 35ാമത്തെ വയസ്സിൽ 5 വർഷത്തെ അമല കൊണ്ട് അള്ളാന്റെ അർശിനെ കിടുക്കിക്കളഞ്ഞ് ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മാതൃകയാവണം നമുക്ക് പ്രിയമുള്ളവരെ. അതുകൊണ്ട് കിട്ടിയ അവസരങ്ങൾ പൂർവിക സമുദായം 950 ആയിരങ്ങളൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ 60-ന്റെ 70ന്റെ ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. പക്ഷെ ഈ ആയുസ് കൊണ്ട് അവരെക്കാൾ അധികം പുണ്യം നേടാൻ അവസരം നമുക്ക് റബ്ബ് തന്നാൽ ഒരു രാത്രിക്ക് 1000 മാസങ്ങളെക്കാൾ പുണ്യം ഇല്ലേ? അതുകൊണ്ട് നേടിയെടുക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നത്തുൻ നഈമിലും സന്തോഷത്തോടെ കുടുംബസമേതം ഒരുമിച്ച് ചേരാൻ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് സഹോദരന്മാർ, പ്രവർത്തകന്മാർ, നമ്മുടെ ജാലിയാത്തുകളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ജാബർ പിന്നെ സുല്ലമയെ പോലെയുള്ള, അതുപോലെ തന്നെ ഒരുപാട് പറയുന്ന ജാലിയാത്തിൽ ഒരുപാട് കാലം വർക്ക് ചെയ്ത കൊല്ലം സ്വദേശി ഒരുപാട് ആളുകൾ ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ സഹോദരന്മാരുണ്ട്, വിശേഷം നമ്മുടെ മാതാപിതാക്കളുണ്ട്. അള്ളാഹുവെ മഅഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ. അള്ളാഹ് നിന്റെ ജന്നാത്തുൻ നഈമിൽ കുടുംബസമേതം ഒരുമിച്ച് ചേർക്കണേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ
الرحيم واغفر لنا يا غافر المذنبين. السلام عليكم ورحمة الله وبركاته.